ലൈറ്ററുകളുണ്ടല്ലോ. അപ്പം അത് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ തുരുമ്പൊക്കെ പോയിട്ട് നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വിനാഗിരി ഒഴിക്കുക കേട്ടോ. വിനാഗിരി മാത്രം മതി. ഇതുപോലെ ടിഷ്യൂ പേപ്പറിനകത്താണ് ഞാൻ ഒഴിക്കുന്നത്. അത് വെച്ചിട്ട് ഒന്ന് തേച്ച് കൊടുക്കുക. അത് ബ്ലാക്ക് കളറാണ് കേട്ടോ, തുരുമ്പല്ല, ബ്ലാക്ക് കളറാണ്. ഇപ്പം മറ്റേതൊക്കെ ഒരുപാട് വർഷങ്ങളായതാണേ. അപ്പോൾ അതിൻ്റെ തുരുമ്പിൻ്റെയൊക്കെ ഒരു കറയുണ്ടല്ലോ, അതെല്ലാം ഒരുവിധം നമുക്ക് പോയി കിട്ടും. കാരണം തുടക്കത്തിലേ ഇതുപോലെ ചെയ്തിരുന്നെങ്കിൽ ഇത്രയും തുരുമ്പിക്കത്തില്ല. ഇതിപ്പോൾ നമ്മൾ ഒരുപാട് ഉപയോഗിച്ച് മാറ്റിയിട്ടതാണ്, അതാണ് അതിൻ്റെ അത്രയും തുരുമ്പ്. അപ്പോൾ ആ തുരുമ്പ് നമുക്ക് അതിനകത്തോട്ട് കാണാൻ പറ്റും, ടിഷ്യൂ പേപ്പറിൽ കാണാൻ പറ്റും. കണ്ടോ, നല്ല രീതിയിൽ തുരുമ്പുണ്ട് കണ്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഗ്യാസ് അടുപ്പിൻ്റെ കാൽഭാഗത്തൊക്കെ ഇതുപോലെ തുരുമ്പിക്കാറുണ്ട്. കാരണം നമ്മളെപ്പോഴും പാചകം ചെയ്യുന്ന സ്ഥലമല്ലേ, അപ്പോൾ അതിനകത്ത് നിന്നൊക്കെ വെള്ളം വീണിട്ട് ഗ്യാസ് അടുപ്പ് കാൽഭാഗം അതിൻ്റെ സൈഡൊക്കെ തുരുമ്പിക്കാറുണ്ട്. അപ്പോൾ ഇതേപോലെ വിനാഗിരി വെച്ചിട്ട് നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കി കിട്ടുവേ. അടുത്തതായിട്ട് നമ്മൾ ഇതുപോലെ ഇറച്ചി നമ്മൾ ഫ്രീസറിനകത്തുനിന്ന് വെക്കുമ്പോഴത്തേന് ഇപ്പം നമുക്ക് കുറച്ച് മാത്രം മതി, ഇതിൻ്റെ പകുതി മതിയെങ്കിൽ നമുക്കിത് ഇതേപോലെ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് വിട്ട് കിട്ടും കേട്ടോ. അതെല്ലാം നമ്മൾ വെള്ളത്തിലിടുകയാണെങ്കിൽ പിന്നെ ബാക്കി നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് കാര്യമില്ല. കാരണം വെള്ളത്തിൽ ഇട്ട് ഇറച്ചി എന്തായാലും പിന്നെ അത് കറി വെക്കുമ്പോഴത്തേനും ഒരു ടേസ്റ്റേ കാണത്തില്ല, ഒരു പഴകിയ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതേപോലെ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും അതങ്ങ് വിട്ട് കിട്ടും. അപ്പോൾ പകുതി നമുക്ക് എടുത്തിട്ട് പകുതി നമുക്ക് ഫ്രീസറിനകത്ത് സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ഉപ്പ് പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കണ്ടോ, കുറച്ച് കഴിയുമ്പോഴത്തേനും അതങ്ങ് വിട്ട് കിട്ടും. അപ്പം ബാക്കിയെടുത്ത് നമുക്ക് ഫ്രീസറിനകത്തോട്ട് വെക്കുകയും ചെയ്യാം.